അറബ് ലോകവും പ്രവാസി തുടിപ്പുകളും ഉൾച്ചേർന്ന അൽ-അൻസാരി എക്സ്ചേഞ്ച് വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് മേഖലയിൽ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. ഭാവി വികസന പദ്ധതികളാവട്ടെ ധാരാളം. ഇനി വേണ്ടത് കൃത്യമായ ദിശാബോധവും ഒപ്പം ഐക്യവുമാണ്. അതുകൂടി വിലയിരുത്താനാണ് GCC ഉച്ചകോടി കുവൈത്തിൽ ചേരാനിരിക്കുന്നത്. ഭിന്നതകൾ മാറ്റി നിർത്തി വലിയൊരു സാമ്പത്തിക ബ്ലോക്കായി മാറാൻ ഇനി എന്നാണ് GCCക്ക് സാധിക്കുക? വീക്കെൻഡ് അറേബ്യ വിലയിരുത്തുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ മറ്റൊരു ഒത്തുചേരലിന് കുവൈത്തിൽ വേദിയൊരുങ്ങുകയാണ്. മേഖലയുടെ സുരക്ഷയും ഭാവി വികസനവുമാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കകളൊഴിഞ്ഞ ആഹ്ലാദകാലമാണ്. സൗദിക്ക് പിന്നാലെ ഒമാനും UAEയും ദേശീയ ദിനാഘോഷം കെങ്കേമമായി കൊണ്ടാടിയതിൻ്റെ നിറവിലും ഖത്തറിന് ഫുട്ബോൾ ലോകകപ്പിനും ദുബൈക്ക് വേൾഡ് എക്സ്പോയ്ക്കും അവസരം ലഭിച്ചതിൻ്റെ സായുജ്യം ഒരു ഭാഗത്ത്. അങ്ങനെ അറബ് മണ്ണിലേക്കും ലോകോത്തര മേളകൾ വിരുന്നെത്തുകയാണ്. ഗൾഫ് മേഖല വലിയ തോതിലുള്ള വികസന കുതിപ്പിനൊരുങ്ങുന്നു. ഒട്ടേറെ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹം. ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി അടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാകും ഇതിനേക്കാൾ പ്രധാനം. അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ജനീവയിൽ വൻശക്തി രാജ്യങ്ങളുമായി കരാർ രൂപപ്പെടുത്തിയ ഉടൻ ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫ് ഓടിയെത്തിയത് ഖത്തറിലും ഒമാനിലുമാണ്. കുവൈത്ത് ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും അദ്ദേഹം സന്ദർശനം തീരുമാനിച്ചു കഴിഞ്ഞു. സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷത്തിലായിരുന്നു പല GCC നേതാക്കളുമായി നടന്ന ഇറാൻ ചർച്ച. UAEയും സൗദി അറേബ്യയുമായി കൂടുതൽ ചേർന്ന് നിൽക്കാൻ ഇറാൻ ആത്മാർത്ഥ നീക്കം നടത്തുമെന്ന് മുഹമ്മദ് ജവാദ് ഷെരീഫ് പറഞ്ഞു. മേഖലയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി സൗദിയുമായി കൈകോർത്തു പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇറാൻ പങ്കുവയ്ക്കുകയാണ്. അതിനിടെ അയൽ രാജ്യങ്ങളായ കുവൈത്തും ഇറാനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും ധാരണയിലെത്തി. കുവൈത്തിൽ ചേർന്ന സംയുക്ത കമ്മീഷന്റെ 2ാം സെഷന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷൈഖ് സൊബാഖ് അൽ ഖാലിദ് അസ്വബാഹും ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫും ഇക്കാര്യം വ്യക്തമാക്കാനും മറന്നില്ല. UAE വിദേശകാര്യമന്ത്രി തെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയുമായി നടത്തിയ ചർച്ചയും പ്രതീക്ഷകൾക്ക് കൂടുതൽ ബലം നൽകുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ അകൽച്ചയില്ലാതാക്കാൻ ഇടനിലക്കാരായത് ഒമാനാണെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവന്നു. പലതവണ ഒമാനിൽ ഇരു കൂട്ടരും രഹസ്യ ചർച്ച തന്നെ നടന്നു എന്ന വാർത്തയും പരന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം നിഷേധിച്ചു എങ്കിലും മേഖലയിൽ യുദ്ധത്തിന്റെ സാഹചര്യം നീങ്ങിക്കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നത് തങ്ങളാണെന്ന് വ്യക്തമാക്കിയത് വലിയൊരു സൂചനയാണ്. സൗദിയും ഇറാനും തമ്മിലുള്ള ചർച്ചയാകും ഇനി നിർണായകം. ഈ പശ്ചാത്തലത്തിലാണ് കുവൈത്തിലെ GCC ഉച്ചകോടി ശ്രദ്ധേയമാകുന്നത്. മേഖലയിൽ വന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായ വിലയിരുത്തൽ നടക്കുമെന്നതാണ് കുവൈത്ത് ഒത്തുചേരലിന്റെ പ്രത്യേകത. Women are being very active. The king himself appointed 30 women in the Shura and they walked right in front of him. There are women doctors and all. In our own newspaper, the number 2 person is a woman. ഇറാനുമായി അമേരിക്ക അടുക്കുന്നതിന്റെ ആശങ്കകളും ഇവർക്കുണ്ട്. അക്കാര്യവും സ്വാഭാവികമായി ഉച്ചകോടി ചർച്ച ചെയ്യും. ഇറാഖ് പ്രസിഡന്റ് നൂരി അൽ മാലിക്കിയുടെ തെഹ്റാൻ സന്ദർശനവും മേഖലയിൽ പുതിയ വഴിത്തിരിവാകും. പ്രതിരോധ മേഖലയിൽ കൂടുതൽ തുക മുതൽ മുടക്കാൻ തന്നെയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും തീരുമാനം. വൻകിട ആയുധ കരാറുകളാണ് അടുത്തിടെ മാത്രം രൂപപ്പെട്ടതും. സുരക്ഷാ രംഗത്ത് ഒട്ടും പിറകോട്ടു പോകാതെ സൗഹാർദ്ദത്തിന്റെ സാധ്യതകൾ ആരായുക എന്ന തന്ത്രം തന്നെയാകും കുവൈത്ത് ഉച്ചകോടി സ്വീകരിക്കുക. സാമ്പത്തിക മേഖലയിൽ ഒറ്റ ബ്ലോക്കായി മാറാൻ ഇനിയും സാധിച്ചിട്ടില്ല ഗൾഫ് രാജ്യങ്ങൾക്ക്. ഏകീകൃത കറൻസി എന്ന ആശയം പൂർണ്ണതയിലെത്താൻ ഇനിയും സമയമെടുക്കും. UAEയും ഒമാനുമാണ് ഇനിയും ധാരണയിലെത്താത്തത്. ഏറെക്കാലമായി അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് പൊതു കറൻസി എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് വർഷങ്ങളായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതു കറൻസി രൂപീകരിക്കുവാനും 2010 അത് നിലവിൽ വരണമെന്നുമായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു. നേരത്തെ ഒമാൻ അതിൽ നിന്ന് പിന്മാറി. കാരണം ഒമാൻ പറഞ്ഞത് അത് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സമയപരിധി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒമാൻ പിന്മാറി. അതുപോലെ 2 വർഷം മുമ്പ് UAEയും. ഇവരെ മാറ്റി നിർത്തി മറ്റു 4 രാജ്യങ്ങൾ ഏകീകൃത കറൻസിയുമായി മുന്നോട്ടു പോകുമെന്ന വാർത്തയുണ്ടായിരുന്നു. അത് ശരിയല്ലെന്നാണ് GCC നേതൃത്വം വ്യക്തമാക്കുന്നത്. ഉച്ചകോടികൾ വിരസമായ ഒത്തുചേരലായി മാത്രം പരിമിതപ്പെടില്ലെന്ന് പ്രതീക്ഷിക്കാം.
തദ്ദേശീയ ജനതയ്ക്കും പ്രവാസികൾക്കും മേഖലയുടെ പൊതുഭാവിക്കും ഉതകുന്ന സുപ്രധാന തീരുമാനങ്ങളാവട്ടെ കുവൈത്ത് GCC ഉച്ചകോടിയിൽ നിന്നും ഉണ്ടാകുന്നത്.